നിയമസഭാ തെരഞ്ഞെടുപ്പ് കാമ്പയിൻ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നതോടെ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷപ്പല്ലുകൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഭീതിയോടെ വേണം കാണേണ്ടത്. 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാം, എന്തും പറയാം, ഏത് കൊടിയ വിഷവും ജനങ്ങളിൽ കുത്തിവെക്കാം എന്ന മനോഭാവമാണ് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്തുന്ന, അല്ലെങ്കിൽ അവരെ 2 തട്ടിലായി വിഭജിച്ച് നിർത്തുന്ന, ജാതി സ്പർദ്ധ വളർത്തുന്ന വർഗീയ പ്രചാരണമാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ കൊടുമ്പിരി കൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഒരു പ്രധാന ന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്ത് എതിർനിരയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു ഈ കടന്നാക്രമണങ്ങൾ. ഇതിന് തുടക്കം കുറിച്ചത് BJP ആണ്, അല്ലെങ്കിൽ സംഘപരിവാറാണ്. പക്ഷേ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും വർഗീയത പറയില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM അല്ലെങ്കിൽ ഇടതുമുന്നണി BJPയുടെ പ്രചരണത്തെ ഏറ്റുപിടിച്ചത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അമ്പരപ്പോടും ഭീതിയോടും കൂടിയാണ് കാണുന്നത്. ലവ് ജിഹാദ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യമായിരിക്കും, അവരുടെ സമ്മർദ്ദമായിരിക്കും നടക്കുക. അല്ലെങ്കിൽ SDPIയുടെയും ജമായത്തെ ഇസ്ലാമിയുടെയും സ്വാധീനമായിരിക്കും ഈ ഭരണകൂടത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനവും 6 മന്ത്രി പദവികളും വിലപേശി വാങ്ങും തുടങ്ങിയ പ്രചാരണങ്ങളാണ് ഇപ്പോൾ അവസാന നിമിഷത്തിൽ BJPയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP പച്ച വർഗീയതയാണ് വിളമ്പിയത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം CPM കാട്ടി. അതിന് നേതൃത്വം കൊടുത്തത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവനാണ് എന്നത് ഇതൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. BJPയുടെ പ്രചാരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം UDFO LDFO അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ലവ് ജിഹാദ് വലിയൊരു കൃഷിയായിട്ട് വളരും എന്നുള്ളതാണ്. ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വശീകരിച്ച് ദേശവിരുദ്ധ സംഘടനകളിലോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളിലോ എത്തിച്ചു കൊടുക്കും എന്ന പ്രചരണം വളരെ ദുരുപദിഷ്ഠിതമായ രീതിയിലാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ PK കൃഷ്ണദാസ് ആണ് ഈ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത്. UDFO LDFO അധികാരത്തിൽ വന്നാൽ ഇവിടെ ലവ് ജിഹാദ് നടക്കുമെന്ന്. ഈ ചടങ്ങിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും പങ്കെടുത്തിരുന്നതാണ്. അദ്ദേഹം ഈ ഒരു വാദത്തോടെ യോജിച്ചില്ലെങ്കിലും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു രീതി ഇപ്പോൾ സമൂഹത്തിൽ നിലവിലുണ്ട് എന്ന് പറയുകയുണ്ടായി. അദ്ദേഹവും ലവ് ജിഹാദ് എന്ന വാദത്തെ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥിയായ R. ശ്രീലേഖ അവരെന്താണ് പറഞ്ഞത്? ലവ് ജിഹാദ് പോലുള്ള ക്രൂര സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഗവൺമെന്റ് നിശബ്ദരായി കണ്ണുമടച്ച് ഇരിക്കുകയാണെന്ന്. ഇത് പറയുന്ന R. ശ്രീലേഖ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തിരുന്നതാണ്. അന്ന് ഈ സർക്കാരിന്റെ ഭാഗമായിരുന്നു, ക്രമസമാധാനത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് അവര് ഇത് ഗവൺമെന്റിന്റെ മുമ്പിൽ പറയാതിരുന്നത്, അവരുടെ ശ്രദ്ധയിൽ പറയാതിരുന്നത്? ലോ ആൻഡ് ഓർഡറിന്റെ DGP ആയിരുന്നില്ല അവരെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അവര് DGP ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. എന്തുകൊണ്ട് സർക്കാരിനോട് പറഞ്ഞില്ല? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, കേരളത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് ക്രൂരമായ ഒരു കാര്യമാണ്, നമ്മൾ ഇതിൽ ഇടപെടണം എന്ന് എന്തുകൊണ്ട് അവര് പറഞ്ഞില്ല? കാരണം അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇതൊക്കെ വെറും രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള, രാഷ്ട്രീയ ലാഭത്തിന് 4ഓ 5ഓ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന പദപ്രയോഗങ്ങളാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരള പോലീസില് തലപ്പത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥ, അവരൊക്കെ ആ സ്ഥാനത്തിരുന്ന് ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഏത് മനസ്സോടുകൂടിയായിരുന്നു, ഏത് വർഗീയ ചിന്തയോടുകൂടിയായിരുന്നു അവരൊക്കെ ആ സ്ഥാനത്തിരുന്നത് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഒരു മുൻ DGP ആണ് പറയുന്നത്, യാതൊരു മറയും ലജ്ജയും കൂടാതെ ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ക്രൂരകൃത്യം നടക്കുന്നു എന്ന്. ഇതൊക്കെ പറയുന്നത് കേരളത്തെ ഒരു സമൂഹത്തെ ലാക്കാക്കി അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്താണ് പറഞ്ഞത്? കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വന്ന് നിന്നുകൊണ്ട്, പ്രബുദ്ധമായ ഒരു ജനതയുടെ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് 100% അക്ഷരജ്ഞാനം കൈവരിച്ച ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ BJP തോൽക്കുകയാണെങ്കിൽ അങ്ങ് പാകിസ്ഥാനിൽ പടക്കം പൊട്ടിക്കുമെന്ന്.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസോ മറ്റോ ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻകാര് പടക്കം പൊട്ടിക്കുമെന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? എന്ത് വിവരക്കേടാണ് പറയുന്നത് എന്ന് തന്നെ ആലോചിക്കണ്ടേ? കേരളവും പാകിസ്ഥാനും തമ്മിൽ എന്താണ് ബന്ധം? BJP കേരളത്തിൽ അല്ലെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തോറ്റാല് പാകിസ്ഥാൻ എന്താണ് കാര്യം? ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, വിഭജനം സൃഷ്ടിക്കുക, സ്പർദ്ധ വളർത്തുക എന്നത് മാത്രമാണ്. ഇതൊക്കെ ഒരു കേന്ദ്രമന്ത്രി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മറ്റു സാധാരണ രാഷ്ട്രീയക്കാരേക്കാൾ ഉത്തരവാദിത്വ ബോധം പുലർത്തേണ്ട ആളല്ലേ അദ്ദേഹം? ഈ വർഗീയ പ്രചാരണം തുടങ്ങി വെച്ചത് BJPയുടെ ഒരു സംസ്ഥാനതല നേതാവായ B. ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഗുരുവായൂരിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ? ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുരുവായൂരപ്പന്റെ മണ്ഡലത്തിൽ ഇതുവരെ എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ MLA-മാരെ തിരഞ്ഞെടുക്കുന്നത് ആ മണ്ഡലത്തിലുള്ള ആരാധനാലയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണോ? ശബരിമലയിരിക്കുന്ന റാന്നി നിയോജകമണ്ഡലത്തില് ഒരു ഹിന്ദു MLA തന്നെ ഉണ്ടാവണം എന്ന് അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് ഗുരുവായൂരിലെ ഇതുവരെ ഒരു ഹിന്ദു MLA ആയിട്ടില്ലെന്ന്. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഒരു പരാതിയായി എത്തിയെങ്കിലും ഈ പറഞ്ഞവരാരും ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഗോപാലകൃഷ്ണനാണ് നോക്കിയത് ഗുരുവായൂരിലെ ഹൈന്ദവർക്കിടയിൽ ഒരു വിഭജനം സൃഷ്ടിക്കാനാണ്. അവിടെ ഇതുവരെ MLA-മാരെ തെരഞ്ഞെടുത്തിരുന്നത് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരും കൂടിയാണ്. അവരാരും ഇത് ഗുരുവായൂരപ്പന്റെ മണ്ണായതുകൊണ്ട് ഇവിടുന്ന് ഒരു ഹിന്ദു MLA തന്നെ വേണമെന്ന നിഷ്കർഷയൊന്നും പുലർത്തിയിരുന്നവരല്ല. ഇപ്പോൾ ഈ 2026 വന്നു നിന്നുകൊണ്ട് പച്ചായ വർഗീയത ഗുരുവായൂർ മണ്ഡലത്തിലെ വിളമ്പുകയാണ് ഗോപാലകൃഷ്ണനും കൂട്ടരും. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് UDF ജയിച്ചു കഴിഞ്ഞാൽ ഭരണം മുസ്ലിം ലീഗിന്റെ റിമോട്ട് കൺട്രോളിലായിരിക്കും എന്നാണ്. അവര് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, 6 മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും. കണ്ടുപിടുത്തം രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 1967 മുസ്ലിം ലീഗ് സപ്തകക്ഷി മുന്നണിയിലെ അംഗമായിരുന്നു. അതിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇത്രയും കാലം ഈ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ലീഗ് UDF-നൊപ്പമാണ് നിൽക്കുന്നത്, ഒപ്പമാണ് മത്സരിക്കുന്നത്, ഒപ്പം അധികാരം പങ്കിട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവര് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുക, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കോൺഗ്രസിനെ നിയന്ത്രിക്കുക, ഇതൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിട്ടുണ്ട്, CH മുഹമ്മദ് കോയ. എന്നിട്ട് ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചില്ല. മറ്റു സമുദായക്കാർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായതായിട്ട് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതൊക്കെയാണ് ചരിത്രം. ഒരിക്കലും ഒരു 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ലീഗ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിർബന്ധം പിടിച്ചു എന്നുള്ളത് ശരിയാണ്, അത് മറച്ചു വയ്ക്കുന്നില്ല. അതിന് വേറെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടായിരുന്നു. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തിനിടയിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക, അതിനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ഏറ്റവും ശക്തമായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനാകുമെന്നുള്ള ചിന്തയിലാണ് BJP ഇപ്പോഴും ഉള്ളത്. UDF അധികാരത്തിൽ വന്നാൽ ജമായത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക എന്ന് ഇതാദ്യം പറഞ്ഞതാരാ? BJP-ക്കാരല്ല. ഈ പ്രചാരണത്തിന് തുടക്കം കുറിച്ചതും അതിന് വളം വെച്ചു കൊടുത്തതും CPM ആണ്. ആദ്യം പറഞ്ഞത് CPM-ലെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാക്സ് ആണ്. ജമായത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലാണ്, അവർ തമ്മിൽ ഡീലുണ്ട്. അതുകൊണ്ട് UDF ജയിക്കുകയാണെങ്കിൽ ഇനി ഭരണം നടത്താൻ പോകുന്നത് ജമായത്തെ ഇസ്ലാമി ആയിരിക്കും. 4-5 വർഷം മുമ്പ് വരെ തെരഞ്ഞെടുപ്പടക്കം പല കാര്യങ്ങളിലും CPM-മായി സഹകരിച്ചിരുന്ന പാർട്ടിയാണ് ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് പിണറായി വിജയൻ തന്നെ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ളതാണ്. അതിന് ജമായത്തെ ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്, അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജമായത്തെ ഇസ്ലാമി പറഞ്ഞു ഞങ്ങളുടെ പിന്തുണ ഇത്തവണ UDF-നാണെന്ന്. UDF അത് വേണ്ട എന്ന് പറഞ്ഞുമില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പോഴേക്കും ജമായത്തെ ഇസ്ലാമിയെ CPM-കാര് തുടക്കത്തിൽ തന്നെ UDF-ന്റെ ഒരു ഘടകകക്ഷിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അതിനുശേഷം ആ രീതിയിലായിരുന്നു പ്രചാരണങ്ങൾ. ഇപ്പോൾ അത് BJP ഏറ്റെടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, ഒരേ തൂവൽ പക്ഷികളായിട്ട് ഇപ്പൊ ഇവിടെ BJP-യും CPM-ഉം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജമായത്തെ ഇസ്ലാമി ആയിരിക്കും UDF വന്നാല് അധികാരം നിർവഹിക്കാൻ പോവുകയെന്ന്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഇവരെന്ന്. ഈ ജമായത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPI ഇവർക്കൊക്കെ ഈ സംസ്ഥാനത്തുള്ള ബലം, സംഘബലം അല്ലെങ്കിൽ സംഘടനാ ബലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ 1, 2, 3 സീറ്റുകൾ നേടിയെടുക്കും എന്നതിനപ്പുറത്ത് SDPI-യോ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയോ ഒന്നും ഇതൊരു വലിയ ജനകീയ ശക്തിയൊന്നുമല്ല. പക്ഷെ അങ്ങ് പറയുകയാണ് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തില് ഈ വർഗീയതയുടെ വിഷം കലർത്തുന്നതിന് വേണ്ടി
വളരെ ബോധപൂർവം പറയുകയാണ്. ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-ന് ലഭിക്കുന്നതിനെ കുറിച്ച് വലിയ വിമർശനം ഉയർത്തുന്ന CPM, SDPI അവർക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അതേപ്പറ്റി BJPക്ക് മിണ്ടാട്ടമില്ല. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത്? നേമത്ത് ശിവൻകുട്ടി SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടു എന്ന്, അതനുസരിച്ചാണ് ഞങ്ങളത് കൊടുക്കുന്നതെന്ന്, അല്ലാതെ വെറുതെ കൊടുത്തതല്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുക. നമ്മുടെ ശിവൻകുട്ടി സഖാവ് ഇതുവരെ അത് നിഷേധിച്ചിട്ടുമില്ല. SDPI ഇടതുപക്ഷ മുന്നണിക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരുടെ വോട്ട് വേണ്ട എന്ന് CPM വോട്ട് പറഞ്ഞിട്ടുമില്ല. അതിലിങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് CPM-ന്റെ എല്ലാ നേതാക്കളും, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം ഉള്ളവര്. ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങളുമായിട്ടല്ല SDPIയുടെ ഡീല്, അത് കോൺഗ്രസുമായിട്ടാണെന്ന്. അത് തന്നെ BJPയുടെ നേതാവ് MD രമേശ് ആവർത്തിച്ചിരിക്കുക. അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? കോൺഗ്രസും SDPIയും തമ്മിൽ എന്തോ ഡീലാണെന്ന്. അവിടെയും CPM പറയുന്നതിനെ പിന്താങ്ങുക, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അത് ആവർത്തിക്കുക. അതാണ് BJP ചെയ്യുന്നത്. ഇവർ ഒരേ തൂവൽ പക്ഷികളാണെന്ന് പല പല സന്ദർഭങ്ങളിൽ അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് അത്ഭുതകരമായ കാര്യമാണ്! BJPയും CPM-ഉം ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു. ന്യൂനപക്ഷ സമുദായത്തെ മറുചേരിയിൽ നിർത്തിക്കൊണ്ടവരെ ഒന്നിച്ചു നിന്ന് കടന്നാക്രമിക്കുന്നു. കേരള രാഷ്ട്രീയം കാണുന്ന വളരെ രസകരമായ വിശേഷങ്ങളാണ് ഇതൊക്കെ. ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളരാൻ പറ്റിയ മണ്ണല്ല കേരളത്തിലുള്ളതെന്ന് കാലാകാലങ്ങളിലായിട്ട് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ഹൈന്ദവ സമൂഹമാണ് BJPയെ ഇവിടെ തഴച്ചു വളരുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് വസ്തുത. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഹൈന്ദവ വോട്ടുകൾക്കിടയിലേക്ക്, ഭൂരിപക്ഷ വോട്ടുകൾക്കിടയിലേക്ക് കടന്നു കയറി അവരിൽ ഭിന്നിപ്പുണ്ടാക്കി ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വോട്ട് നേടുക, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് BJPയുടെ ഈ വർഗീയ അജണ്ട വിജയിക്കുന്നതിന് കാരണമാകുമെന്ന് ദയവായി CPM മറക്കരുത്. അത് നേതാക്കളോടല്ല പറയുന്നത്, അണികളോടാണ്, CPM-ന് വേണ്ടി വോട്ട് ചെയ്യുന്നവരോടാണ്. അവരുടെ നേതാക്കളുടെ മനസ്സിലെ അജണ്ട മനസ്സിലാക്കണം. അവരിപ്പോൾ ആലോചിക്കുന്നത് BJPക്ക് 5-6 സീറ്റ് കിട്ടിയാലും വേണ്ടില്ല, നമുക്ക് ഭരണം കിട്ടണമെന്നാണ്, മൂന്നാമത് പിണറായിയെ കൊണ്ടുവരണമെന്നാണ്. അതാണോ CPM-ന് വേണ്ടത്? സാധാരണ CPM പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമാണ് ഇതൊക്കെ. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാക്കുകളിൽ വിഷവും വിദ്വേഷവും വർഗീയതയും നിറച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരുപക്ഷെ കേരളത്തിൽ ഇതാദ്യമാണ്. നേരത്തെ ഇത്തരത്തിലുള്ള രീതികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. വളരെ നികൃഷ്ടമായ സമീപനമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആളുകളെ പല തട്ടുകളായി വിഭജിച്ച് നിർത്താനുള്ള ഈ ശ്രമം ഒരുപക്ഷെ 5-10 വോട്ടുകൾ നിങ്ങൾക്ക് നേടിത്തന്നേക്കാം, ഈ വർഗീയത പറയുന്ന ആരായാലും. പക്ഷെ അതിന്റെ അനന്തര ഫലങ്ങൾ ചിലപ്പോൾ കേരളം ഒട്ടും ആഗ്രഹിക്കുന്നതായിരിക്കില്ല. സംഘപരിവാരത്തെ, അവരുടെ സ്വാധീനത്തെ കേരളത്തിൽ തടഞ്ഞു നിർത്തുന്നത് ഞങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM ഇപ്പോൾ എന്തുകൊണ്ടാണ് 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ വർഗീയത പറയുന്നത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവര് ഭൂരിപക്ഷ വർഗീയതയെ, മൃദു ഹിന്ദുത്വത്തെ താലോലിച്ചതാ. അന്ന് ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ ഫലം എന്തായിരുന്നുവെന്ന് പാർട്ടി പിന്നീട് മനസ്സിലാക്കി. അത് ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് അവരത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴൊന്ന് പ്ലേറ്റ് മാറ്റി പിടിച്ചു, ഉടനെ വീണ്ടും ന്യൂനപക്ഷമായി. ഇപ്പോൾ അവര് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷം CPM-ൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, വളരെ വളരെ അകന്നു പോയിരിക്കുന്നു. ആകർച്ച ചെറുതൊന്നുമല്ല, ഇതുവരെ CPM അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, ഇനി ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഭൂരിപക്ഷത്തിന്റെ കുറെ വോട്ടുകൾ സംഘടിപ്പിച്ചെടുക്കാം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJP-യുമായി ചേർന്ന് നിന്ന് ഇപ്പോഴവര് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ തുടങ്ങിയതല്ല, പേരാമ്പ്രയിലെ TP രാമകൃഷ്ണൻ ആരംഭിച്ചതാ. അവിടെ എന്താണ് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പ്രചാരണം? ഏത് രീതിയിലായിരുന്നു? വർഗീയതയല്ലേ അവര് അവിടെ പ്രയോഗിച്ചത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയില് ഒരു കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് LDF-ന്റെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ കാഫിർ ആണെന്ന്, കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് UDF പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രചരണം. അത് തന്നെയാണ് വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പേരാമ്പ്രയിൽ CPM-ന്റെ പ്രമുഖ നേതാവ് LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണന് വേണ്ടി നടത്തിയ പ്രചാരണ രംഗത്തും നമ്മൾ കണ്ടത്.
അവരെന്താണ് പറഞ്ഞത്? മുസ്ലിം സമുദായക്കാരിയായ പെൺകുട്ടിയെ വിജയിപ്പിക്കണമെന്ന് UDF വീട് വീടാന്തരം കയറി ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു എന്ന് TP രാമകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്നാണ് നമ്മൾ ഇത് കേട്ടത്. വേറെ എവിടെ ഒന്നുമല്ല, റെക്കോർഡ് ചെയ്ത സന്ദേശം. അതാണ് പേരാമ്പ്ര കേട്ടത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ വെറും മുസ്ലിം പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ. ആ അനൗൺസ്മെന്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം നടത്തുകയൊന്നും വേണ്ട. അവിടെ തുടങ്ങിയതാണ്. ആദ്യം അതിനെ നിഷേധിച്ചെങ്കിലും പിന്നീട് TP രാമകൃഷ്ണൻ പറഞ്ഞത് ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കും എന്നാണ്. അവിടെ തുടങ്ങിയതാ പേരാമ്പ്രയിൽ. അത് തന്നെയാണ് ഇപ്പോൾ വിജയരാഘവൻ ആവർത്തിക്കുന്നത്. ഇവിടെ BJP-യുടെ വാക്കുകൾക്ക് സമാനമായ രീതിയിൽ, അതായത് മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തുന്ന പാർട്ടിയാണെന്ന്, 5 മന്ത്രിമാരെ നേടിയത് അങ്ങനെയാണെന്ന്, UDF വന്നാൽ ലീഗ് സമ്മർദ്ദ ശക്തിയാകുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണോ CPM പോലൊരു പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ടത്? BJP എന്ന് പറയുന്നത് മനസ്സിലാക്കാം. അവരുടേത് മുഴുവൻ വർഗീയ അജണ്ടയാണ്. വർഗീയതയുടെ പേരിൽ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തെ വിഭജിച്ച് നിർത്താനും അതുവഴി വോട്ട് നേടി അധികാരത്തിലെത്താനും അധികാരം നിലനിർത്താനുമാണ് അവരുടെ ശ്രമം. അതിന് ആ അർത്ഥത്തിൽ തെറ്റ് പറയേണ്ട കാര്യമില്ല. ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ അവരവരുടെ നയം അത് തന്നെയാണ്. അതാണോ CPM-ന്റെ നയം, നിലപാട്? ഇത് സാധാരണ ഏരിയ കമ്മിറ്റിയുടെയോ ലോക്കൽ കമ്മിറ്റിയുടെയോ സെക്രട്ടറി അല്ല പറയുന്നതെന്നേ. ഇത് പറയുന്നത് പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയാണ്. വിജയരാഘവൻ ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് ധരിക്കേണ്ടത്? പോളിറ്റ് ബ്യൂറോ അംഗം പറയുമ്പോൾ ഇതാണോ CPM-ന്റെ ദേശീയ നയം? മുസ്ലിം ലീഗ് സമ്മർദ്ദ രാഷ്ട്രീയക്കാരാണെന്നാണോ? നേരത്തെ CPM മുസ്ലിം ലീഗിനോടൊപ്പം ഒരു മുന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അന്ന് ലീഗ് സമ്മർദ്ദ രാഷ്ട്രീയക്കാരായിരുന്നില്ലേ? പിന്നീട് പലപ്പോഴും പിണറായി വിജയൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ. അത് സമ്മർദ്ദ രാഷ്ട്രീയക്കാരായതുകൊണ്ടാണ്. ഇവിടെ ലീഗിനെ ഒന്നുമല്ല എതിർക്കുന്നത്, ഒരു സമുദായത്തെയാണ്, കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തെയാണ്. ഇത് എത്രത്തോളം ശരിയാണ്? കേരളം പോലെ ബൗദ്ധികമായി വളർന്ന വിദ്യാഭ്യാസമുള്ള ജനതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം പച്ചയായ വർഗീയതയുടെ വിഷം ചീറ്റുന്നത് എത്രത്തോളം ശരിയായ കാര്യമാണ്? അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര അല്ലെങ്കിൽ ഡീല് എത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന വസ്തുത. ഇവരെത്ര മറിച്ചു പറഞ്ഞാലും എത്ര നിഷേധിച്ചാലും ഇവരൊന്നിച്ചാണ്, ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രണ്ടു കൂട്ടരും പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശമില്ല. ഇതിനിടയിലാണ് അമ്പലപ്പുഴയിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G. സുധാകരന്റെ CPM നേതാവ് CS സുജാതയ്ക്കെതിരായ ജാതീയമായ പരാമർശങ്ങൾ. അതൊരിക്കലും സുധാകരനെ പോലെയുള്ള ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. CPM-നെയും BJP-യും പോലെ ഇത്ര പച്ചയായ നഗ്നമായ വർഗീയത പ്രചരിപ്പിക്കുന്ന നേതാക്കള് നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ ചെറിയ തോതിലുള്ള സാമുദായിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പടരാതെ പ്രതിരോധിക്കുന്നതിന് അതാത് കാലത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ കലാപ സമാനമായ വർഗീയ സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്തരത്തിൽ ആളുകളെ വിഭജിച്ച് നിർത്തുകയാണെങ്കിൽ, വർഗീയ സ്പർദ്ധ വളർത്തുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യന്മാർ തമ്മിൽ വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് കേരളത്തിൽ സംഘർഷം ഉണ്ടാവാതിരുന്നത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസരോചിതമായ ഇടപെടൽ മൂലമായിരുന്നുവെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ദയവായി നമ്മളിപ്പോൾ ജീവിക്കുന്ന സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക്, സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലേക്ക് വർഗീയതയുടെ തീപ്പന്തങ്ങൾ വലിച്ചെറിയരുത്. അതിനെ തടയുന്നതിന് നമ്മൾ വോട്ടർമാർക്ക് സാധിക്കണം.